പറ, വാ തുറന്ന് പറ. നിങ്ങൾ കരിക്ക് മയക്കുമരുന്ന് കലർത്തി കൊടുത്തു എന്നുള്ളത് സത്യമല്ലേ? അതെ, സത്യമാണ്. നിങ്ങളെ തെറ്റ് ചെയ്തെന്ന് വീണ്ടും വീണ്ടും സമ്മതിക്കുക. പ്രണവേ, സത്യം എന്താ? മതി, ഇനി ഒന്നും പറഞ്ഞ് ന്യായീകരിക്കണ്ട. നിങ്ങളെ കാണുന്ന തന്നെ എനിക്കിപ്പോ വെറുപ്പാ. എടാ പ്രണവ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ശിവാനി ബോധം കെട്ട് വീണപ്പോ അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നിധിയല്ലേ? മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നുവെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ തന്നെ അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇത്ര കൃത്യമായിട്ട് അമ്മ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരെ നടത്തിയ പ്ലാനിങ്ങിൽ അമ്മയ്ക്കും പങ്കുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ പ്രണവേ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? കൃത്യമായിട്ട് ആ വിവരം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആരോ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. വെറുതെ ആലോചിക്കുന്നൊന്നും അല്ല, എന്റെ സംശയങ്ങള് ഓരോന്നോരോന്നായിട്ട് ശരിയായിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടെ ഉറപ്പിച്ചോ, ഏതെങ്കിലും വിധത്തില് ശിവാനിയുടെ മനസ്സ് മാറി അവളായിട്ട് ഈ കേസ് പിൻവലിക്കുന്നു പറഞ്ഞാൽ പോലും ഞാനതിന് സമ്മതിക്കുന്നു, പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ഇതെന്റെ തീരുമാനമോ. എന്തിനാ മോളെ ഇനി ഇങ്ങനെ സത്യം മറച്ചു വെക്കുന്നത്? എല്ലാം നിനക്കങ്ങ് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ടമ്മേ, ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മൾ എന്ത് പറഞ്ഞാലും പ്രണവ് വിശ്വസിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഏത് വിധത്തിലും ഗൗതം എന്നെ പുറത്തിറക്കും, സത്യം തെളിയുകയും ചെയ്യും. അമ്മ സമാധാനായിട്ട് പോ.